നമസ്കാരം സുഹൃത്തുക്കളെ, മൈ PSC ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ കളക്റ്റീവ് നൗൺസിൻ്റെ പാർട്ട് 2 ആണ്. നമ്മൾ പാർട്ട് 1 നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ രണ്ടാമത്തെ പാർട്ട് കാണാൻ ശ്രമിക്കുക, അല്ലേ? അപ്പോൾ ഈ മേഖലയിൽ നിന്ന് നിരവധി ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അല്ലേ? PSC നിരവധി ക്വസ്റ്റ്യൻ ഈ കളക്റ്റീവ് നൗൺസിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, അല്ലേ? മിക്ക പരീക്ഷകളിലും 1 മാർക്കിന് ചോദിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ നല്ലവണ്ണം കേട്ട് മനസ്സിലാക്കുക. അപ്പോൾ പാർട്ട് 1 നേരത്തെ ചെയ്തതാണ്. ആ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അതും കാണുക, കണ്ട് മനസ്സിലാക്കുക, എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ അതിൻ്റെ പാർട്ട് 2 ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം, അല്ലേ? അടുത്ത് പറയാൻ പോകുന്നത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് എ ഫ്ലോക്ക് ഓഫ് അല്ലേ, FLOCK, എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, ഡക്സ്, ക്യാമൽസ്, ഷീപ്സ്, ടൂറിസ്റ്റ്, അല്ലേ? ഇതിൻ്റെ എല്ലാം കൂട്ടത്തെ അറിയപ്പെടുന്ന പേരാണ് എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, എ ഫ്ലോക്ക് ഓഫ് ഡക്സ്, എ ഫ്ലോക്ക് ഓഫ് ക്യാമൽസ്, അല്ലേ? എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, അല്ലേ? SHEEP, ഷീപ്പ്. എ ഫ്ലോക്ക് ഓഫ് ടൂറിസ്റ്റ്, അല്ലേ? അപ്പോൾ ടൂറിസ്റ്റുകളുടെ കൂട്ടത്തെയും അതുപോലെ തന്നെ ബേർഡ്സിൻ്റെ കൂട്ടത്തെയും ഡക്സിൻ്റെ കൂട്ടത്തെയും ക്യാമൽസിൻ്റെ കൂട്ടത്തിനെയും ഷീപ്സിൻ്റെ കൂട്ടത്തെയും എല്ലാം അറിയപ്പെടുന്ന പേരെന്താണ്? ഫ്ലോക്ക്. FLOCK, ഫ്ലോക്ക്. അപ്പോൾ എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, എ ഫ്ലോക്ക് ഓഫ് ഡക്സ്, എ ഫ്ലോക്ക് ഓഫ് ക്യാമൽസ്, എ ഫ്ലോക്ക് ഓഫ് ഷീപ്സ്, എ ഫ്ലോക്ക് ഓഫ് ടൂറിസ്റ്റ്. മനസ്സിലായില്ലേ ആ കാര്യം? അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കേട്ട് മനസ്സിലാക്കുക. പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ്. എ ഫ്ലോക്ക് ഓഫ് ക്യാമൽസ്, എ ഫ്ലോക്ക് ഓഫ് ഡക്സ്, എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, എ ഫ്ലോക്ക് ഓഫ് ടൂറിസ്റ്റ്. അതുപോലെ തന്നെയാണ് പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ് എ ഫ്ലൈറ്റ് ഓഫ്, അല്ലേ? എ ഫ്ലൈറ്റ്, FLIGHT, എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റേഴ്സ്, എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റേഴ്സ്. അതുപോലെ തന്നെ ബേർഡ്സ്, നമ്മൾ ബേർഡിന് നേരത്തെ പറഞ്ഞു, അല്ലേ? ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്നും പറയും, അതുപോലെ എ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് എന്നും പറയും. അതുപോലെ തന്നെയാണ് എ ഫ്ലൈറ്റ് ഓഫ് ബട്ടർഫ്ലൈ, എ ഫ്ലൈറ്റ് ഓഫ് ഇൻസെക്ട്സ്, അല്ലേ? എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ്, അല്ലേ? അപ്പോൾ ഓർത്ത് വച്ചിരിക്കുക. എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റേഴ്സ്, എ ഫ്ലൈറ്റ് ഓഫ് ഇൻസെക്ട്സ്, എ ഫ്ലൈറ്റ് ഓഫ് ബട്ടർഫ്ലൈസ്, എ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ്, എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ്. അത് പരീക്ഷ ചോദിച്ചുള്ള ക്വസ്റ്റ്യനാണ്. എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ്, STEPS, സ്റ്റെപ്സ്. അതുപോലെ എ ഫ്ലൈറ്റ് ഓഫ് ഡോവ്, പീജിയൺ, അല്ലേ? ഡോവിൻ്റെതും പീജിയൻ്റെയും കൂട്ടത്തെ അറിയപ്പെടുന്ന പേരെന്ത് തന്നെയാണ്? ഫ്ലൈറ്റ് ആണ്. ഓർത്ത് വച്ചിരിക്കുക. അപ്പോൾ എ ഫ്ലൈറ്റ് ഓഫ് ഇൻസെക്ട്സ്, അല്ലേ? അതുപോലെ എ ഫ്ലൈറ്റ് ഓഫ് ബട്ടർഫ്ലൈസ്, അല്ലേ? ഓർത്ത് വച്ചിരിക്കുക ആ കാര്യം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എ ക്ലൗഡ് ഓഫ് ഇൻസെക്ട്സ് എന്നും പറയും, അല്ലേ? എ ക്ലൗഡ് ഓഫ് ഇൻസെക്ട്സ്, എ ക്ലൗഡ് ഓഫ് ഫ്ലൈസ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചിരിക്കുക. എ ക്ലൗഡ് ഓഫ് ഇൻസെക്ട്സ്, എ ക്ലൗഡ് ഓഫ് ഫ്ലൈസ് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എ ഫ്ലൈറ്റ് ഓഫ് ഇൻസെക്ട്സ് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എ ക്ലൗഡ് ഓഫ് ബട്ടർഫ്ലൈസ്, എ ക്ലൗഡ് ഓഫ് ഇൻസെക്ട്സ് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ എ ക്ലൗഡ് ഓഫ് ഇൻസെക്ട്സ് എന്ന് പറയുന്നുണ്ട്, എ ഫ്ലൈറ്റ് ഓഫ് ഇൻസെക്ട്സ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഷഡ്പദങ്ങളുടെ കൂട്ടത്തെ ഫ്ലൈറ്റ് എന്നും പറയുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലൗഡ് എന്നും പറയുന്നുണ്ട്. അത് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റേഴ്സ്, ബാഡ്സ്, ബട്ടർഫ്ലൈസ്, ഇൻസെക്ട്സ്, ഡോവ്, പീജിയോൺ, സ്റ്റെപ്സ്, അല്ലേ? അതുപോലെ തന്നെ അത് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ബാഡ്സിൻ്റെ കൂട്ടത്തെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഫ്ലോക്ക്, FLOCK, ഫ്ലോക്ക് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചിരിക്കുക ആ കാര്യം, അല്ലേ? അപ്പോൾ അത് മനസ്സിലായില്ല. അടുത്ത എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്, അല്ലേ? SHIPS, ഷിപ്സ്, എയറോപ്ലെയിൻസ്, വെഹിക്കിൾസ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂട്ടത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്, എ ഫ്ലീറ്റ് ഓഫ് എയറോപ്ലെയിൻസ്, എ ഫ്ലീറ്റ് ഓഫ് വെഹിക്കിൾസ്. അപ്പോൾ വെഹിക്കിൾസിൻ്റെ കൂട്ടത്തെയും അതുപോലെ എയറോപ്ലെയിനിൻ്റെ കൂട്ടത്തെയും ഷിപ്സിൻ്റെ കൂട്ടത്തെയൊക്കെ അറിയപ്പെടുന്ന പേരുന്ന ഫ്ലീറ്റ്, FLEET, ഫ്ലീറ്റ്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഒരു കൂടെ പറയാം. നമ്മൾ പറഞ്ഞു എ ഫ്ലോക്ക് ഓഫ്, FLOCK, എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, അല്ലേ? എ ഫ്ലോക്ക് ഓഫ്
എ ഫ്ലോക്ക് ഓഫ് ക്യാമൽസ്, എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, എ ഫ്ലോക്ക് ഓഫ് ടൂറിസ്റ്റ് അല്ലേ. അതുപോലെ തന്നെ എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റേഴ്സ്, എ ഫ്ലൈറ്റ് ഓഫ് ബേഡ്സിന് നമ്മൾ ഫ്ലോക്ക് എന്നും പറയുന്നുണ്ട്. അതുപോലെ ഇൻസെക്ട്സ് അല്ലേ, ഇൻസെക്ട്സ്, എ ഫ്ലൈറ്റ് ഓഫ് ഇൻസെക്ട്സ്, അതുപോലെ തന്നെ ഇൻസെക്ട്സിന് ക്ലൗഡ് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എ ഫ്ലൈറ്റ് ഓഫ് ബട്ടർഫ്ലൈസ്, എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് അല്ലേ, എ ഫ്ലൈറ്റ് ഓഫ് ഡോവ് പീജിയോൺ. അപ്പോൾ ഓർത്ത് വച്ചിരിക്കുക. അതുപോലെ എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്, എ ഫ്ലീറ്റ് ഓഫ് എയറോപ്ലെയിൻ, എ ഫ്ലീറ്റ് ഓഫ് വെഹിക്കിൾസ്. ഇത് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓർത്ത് വച്ചിരിക്കുക ആ കാര്യം. അടുത്ത എ ഗേഗിൾ ഓഫ് ഗീസ് വിമൺ. ഓർമ്മിച്ചോണി, എ ഗേഗിൾ GAGGLE, എ ഗേഗിൾ ഓഫ് ഗീസ്, അതുപോലെ തന്നെ വിമൺ, ഗീസ്, അതുപോലെ തന്നെ എന്താണ് വിമൺസ്. നമ്മൾ വിമൺസിനെ ബിവേ ഓഫ് വിമൺ എന്നും പറയും അല്ലേ. ബിവേ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ബിവേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാർട്ട് 1 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ബിവേ ഓഫ് വിമൺ എന്നും പറയും. അതേപോലെ തന്നെയാണ് ഗേഗിൾ ഓഫ് വിമൺ എന്നും പറയും. അപ്പോൾ എ ഗേഗിൾ ഓഫ് ഗീസ് അല്ലേ, GEESE ഗീസ്, എ ഗേഗിൾ ഓഫ് ഗീസ്, എ ഗേഗിൾ ഓഫ് വിമൺ. അതേപോലെ തന്നെ എ ബിവേ ഓഫ് വിമൺ എന്നും പറയുന്നുണ്ട്. ഓർത്ത് വച്ചിരിക്കുക. അടുത്ത് എ ഗിഗിൾ ഓഫ് ഗേൾസ്, എ ഗാഗിൾ ഓഫ് ഗീസ് എന്നും വിമൺ എന്നും പറയും. അതുപോലെ എന്നാൽ എ ഗിഗിൾ അല്ലെ, GIGGLE, എ ഗിഗിൾ ഓഫ് ഗേൾസ്. ഓർത്ത് വച്ചിരിക്കുക. അടുത്ത് എ ഗ്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ്, അതുപോലെ തന്നെ ഐലൻഡ്സ് അല്ലേ, ഐലൻഡ്സിന് നമ്മൾ നേരത്തെ പറഞ്ഞു എ ചെയിൻ ഓഫ് ഐലൻഡ്സ് അല്ലേ, ഐലൻഡ്സിന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എ ചെയിൻ ഓഫ് ഐലൻഡ്സ്. ഓർത്ത് വച്ചിരിക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറയും എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് എന്നും പറയും. അതുപോലെ തന്നെയാണ് എ ഗ്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ്, എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഓർത്ത് വച്ചിരിക്കുക. എ ചെയിൻ ഓഫ് ഐലൻഡ്സ് എന്നും പറയുന്നുണ്ട്, എ ചെയിൻ ഓഫ് ഐലൻഡ്സ്. നമ്മൾ പാർട്ട് 1 നമ്മൾ പറഞ്ഞതാണ്, ഓർത്ത് വെച്ചു. അപ്പോൾ അതുപോലെ തന്നെ എ ഗേഗിൾ ഓഫ് ഗീസ് വിമൺസ്, അതുപോലെ തന്നെ എ ഗിഗിൾ GIGG, എ ഗിഗിൾ ഓഫ് ഗേൾസ്, എ ഗ്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ്, എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. ഓർത്ത് വച്ചിരിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട ഇതാണ് നമ്മൾ പറയാൻ പോകുന്നതാണ്. ഓർത്ത് വച്ചിരിക്കുക. എ ഹൈ ഓഫ് ബീസ്. എന്താണ് എ ഹൈ ഓഫ് ബീസ്? HIV, ഹൈ. എ ഹൈ ഓഫ് ബീസ്. തേനീച്ചയുടെ കൂട്ടത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? ഹൈ. എ ഹൈ ഓഫ് ബീസ് അല്ലേ. അതുപോലെ എ ഹോസ്റ്റ് ഓഫ് സ്പാരോസ്, അല്ലേ, എ ഹോസ്റ്റ് ഓഫ് സ്പാരോസ് അല്ലേ. അടുത്ത് എ ലീപ്പ് ഓഫ് ലിയോപാർഡ്സ്. ഓർത്ത് വച്ചിരിക്കുക, എ ലീപ്പ് ഓഫ് ലിയോപാർഡ്സ്. ഓർത്ത് വച്ചിരിക്കുക, എ ലീപ്പ് ഓഫ് ലിയോപാർഡ്സ്, എ ഹൈ ഓഫ് ബീസ്, എ ഹോസ്റ്റ് ഓഫ് സ്പാരോസ്, എ ലീപ്പ് ഓഫ് ലിയോപാർഡ്സ്. ഓർത്ത് വച്ചിരിക്കുക ആ കാര്യം. പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ്. എ ഹൈ ഓഫ് ബീസ്, HIV, ഹൈ അല്ലേ, എ ഹൈ ഓഫ് ബീസ്, എ ഹോസ്റ്റ് ഓഫ് സ്പാരോസ്, എ ലീപ്പ് ഓഫ് ലിയോപാർഡ്സ്. അതേപോലെ തന്നെയാണ് എ ഹെർഡ് ഓഫ് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. എ ഹെർഡ് ഓഫ് ബഫലോസ്, കാറ്റിൽസ്, ഡിയർ, ആൻറ്റിലോപ്പ്, ആസസ്, അതുപോലെ തന്നെ സീബ്ര, കൗ, എലിഫൻറ്റ്, ജിറാഫ്, ഗോഡ്സ്, പിഗ്സ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ എന്താണെന്ന് അറിയപ്പെടുന്നത്? ഹെർഡ്. ഓർത്ത് വെച്ച് എ ഹെർഡ് ഓഫ് ആസസ്, അതുപോലെ തന്നെ ബഫല്ലോ, കാറ്റിൽ, ഡിയർ, കൗ, എലിഫൻറ്റ്, ജിറാഫ്, ഗോട്ട്, പിഗ്സ്, ആൻറ്റിലോപ്പ്, സീബ്ര. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂട്ടത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? ഹെർഡ് അല്ലേ. എ ഹെർഡ് ഓഫ് ആൻറ്റിലോപ്പ്, എ ഹെർഡ് ഓഫ് ആസസ്, എ ഹെർഡ് ഓഫ് ബഫല്ലോ, എ ഹെർഡ് ഓഫ് കാറ്റിൽ, എ ഹെർഡ് ഓഫ് ഡിയർ, എ ഹെർഡ് ഓഫ് കൗ, എ ഹെർഡ് ഓഫ് എലിഫൻറ്റ്, എ ഹെർഡ് ഓഫ് ജിറാഫ്, എ ഹെർഡ് ഓഫ് ഗോഡ്സ്, എ ഹെർഡ് ഓഫ് പിഗ്സ്, എ ഹെർഡ് ഓഫ് സീബ്ര. ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇത്രേൻ്റെയും കൂട്ടത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? ഹെർഡ്. അപ്പോൾ പരീക്ഷ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണത്. അപ്പോൾ എ ഹെർഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? ആൻറ്റിലോപ്സ്, ആസസ്, അതുപോലെ തന്നെയാണ് ബഫല്ലോ, കാറ്റിൽ, കൗ,
ഡിയർ, എലിഫൻ്റ്, ജിറാഫ്, ഗോഡ്സ്, അതുപോലെ പിഗ്സ്, സീബ്ര. ഇതിൻ്റെ എല്ലാം കൂട്ടത്തെ അറിയപ്പെടുന്ന പേരാണ് ഹെർഡ്. HERD, ഹെർഡ്. ഓർത്ത് വെച്ചിരിക്കുക ആ കാര്യം. അടുത്ത A library of books, a library of books, a library of books, a lodge of beavers, a lodge of beavers. ഓർത്ത് വച്ചിരിക്കുക. beavers, beavers ഓർത്ത് വച്ചിരിക്കണം. a lodge of beavers, beavers. a library of books, a library of books, a lodge of beavers. അടുത്ത് a mob of പീപ്പിൾ കങ്കാരു. എ മോബ് ഓഫ് പീപ്പിൾസ് എന്നും പറയും, കങ്കാരൂസ് എന്ന് പറയും. എ മോബ് ഓഫ് MOB മോബ്, എ മോബ് ഓഫ് പീപ്പിൾസ്, അതുപോലെ കങ്കാരൂസ്. എ മർഡർ ഓഫ് ക്രോസ്, ഇത് പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ്. എ മർഡർ ഓഫ് ക്രോസ് അല്ലേ, കാക്ക അല്ലേ. എ മർഡർ ഓഫ് ക്രോസ്. അതുപോലെ തന്നെ ലോയേഴ്സ്. എ മർഡർ ഓഫ് ക്രോസ് എന്നും പറയും, ലോയേഴ്സ് എന്നും പറയും. എ മർഡർ ഓഫ് ക്രോസ്, ലോയേഴ്സ്. എ മർഡർ ഓഫ് ക്രോസ്, ലോയേഴ്സ്. എ പൈൽ ഓഫ് ബുക്സ്, എ പൈൽ ഓഫ് ബുക്സ്, എ പൈൽ ഓഫ് ബുക്സ്. എന്താണ്? എ പൈൽ ഓഫ് ബുക്സ്, എ പൈൽ ഓഫ് ബുക്സ്. അതുപോലെ എ പോഡ് ഓഫ് വെയിൽസ്, എ പോഡ് ഓഫ് വെയിൽസ് അല്ലേ. ഇത് പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ്. ഈ അടുത്തൊരു പരീക്ഷ ചോദിച്ചതാണ്. എ പോഡ്, POD, പോഡ് ഓഫ് വെയിൽസ്, എ പോഡ് ഓഫ് വെയിൽസ് അല്ലേ. അതുപോലെ തന്നെ ഫിഷിൻ്റെ കൂട്ടത്തെ നമ്മൾ പാർട്ട് 1 നമ്മൾ പറഞ്ഞു എ ക്യാച്ച് ഓഫ് ഫിഷ്, എ ക്യാച്ച് ഓഫ് ഫിഷ് അല്ലേ. അതുപോലെ ഫിഷിനെ പറഞ്ഞപ്പെടുന്ന മറ്റ് പേരുകളാണ്, കൂട്ടത്തെ അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് എ സ്കൂൾ ഓഫ് ഫിഷ് അല്ലെങ്കിൽ എ ഷോൾ ഓഫ് ഫിഷ്, എ സ്കൂൾ ഓഫ് ഫിഷ്, എ ഷോൾ ഓഫ് ഫിഷ്, എ സ്കൂൾ ഓഫ് ഫിഷ്, എ ഷോൾ ഓഫ് ഫിഷ്. ഓർത്ത് വെച്ചിരിക്കുക. എ സ്കൂൾ ഓഫ് ഫിഷ്, എ ഷോൾ ഓഫ് ഫിഷ്. അപ്പോൾ എ ലൈബ്രറി ഓഫ് ബുക്ക്, എ library of book, a lodge of beavers, a lodge of beavers, a mob of people, a mob of people, a mob of kangaroos, a mob of kangaroos, a murder of crows, a murder of crows, a murder of crows. അതുപോലെ തന്നെ എ മർഡർ ഓഫ് ലോയേഴ്സ്, മർഡർ ഓഫ് ലോയേഴ്സ്. എ പൈൽ ഓഫ് ബുക്സ്, എ PILE പൈൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എ പൈൽ ഓഫ് ബുക്സ്. എ പോഡ് ഓഫ് വെയിൽസ്, എ പോഡ് ഓഫ് വെയിൽസ് അല്ലേ. എ സ്കൂൾ ഓഫ് ഫിഷ്. അതുപോലെ തന്നെ ഫിഷിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എ ഷോൾ ഓഫ് ഫിഷ്, എ ഷോൾ ഓഫ് ഫിഷ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് എ ക്യാച്ച് ഓഫ് ഫിഷ് എന്നും പറയും, എ ക്യാച്ച് ഓഫ് ഫിഷ് എന്നും പറയുന്നുണ്ട്. അത് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതുപോലെ തന്നെയാണ് എ ബ്രൂഡ് ഓഫ് ചിക്കൻസ്, എ ബ്രൂഡ് ഓഫ് ചിക്കൻസ് അല്ലേ. എ ബ്രൂഡ് BRW ചിക്കൻസ്, എ ബ്രൂഡ് ഓഫ് ഹെൻസ്. അതുപോലെ എ ബ്രൂഡ് ഓഫ് ടർക്കീസ് അല്ലേ. ഇതിൻ്റെ എല്ലാം കൂട്ടത്തെ അറിയപ്പെടുന്ന ബ്രൂഡ് BROOD ബ്രൂഡ്. എ ബ്രൂഡ് ഓഫ് ചിക്കൻസ്, എ ബ്രൂഡ് ഓഫ് ടർക്കീസ്, എ ബ്രൂഡ് ഓഫ് ഹെൻസ് അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂട്ടത്തെ എന്താണ് അറിയണം? ബ്രൂഡ്. പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ്. എ ബ്രൂഡ് ഓഫ് ചിക്കൻ, എ ബ്രൂഡ് ഓഫ് ടർക്കീസ്, എ ബ്രൂഡ് ഓഫ് ഹെൻസ് അല്ലേ. ഓർത്ത് വെച്ചിരിക്കുക ആ കാര്യം. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, അത് മനസ്സിലാക്കി വെച്ചിരിക്കണം. അടുത്ത പരീക്ഷയ്ക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് എ പാർലമെൻറ്റ് ഓഫ് ഓൾ, എ പാർലമെൻറ്റ് ഓഫ് ഓൾ. മൂങ്ങയുടെ കൂട്ടത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? പാർലമെൻറ്റ്. മൂങ്ങയുടെ കൂട്ടത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? പാർലമെൻറ്റ്. അപ്പോൾ എ പാർലമെൻറ്റ് ഓഫ് ഓൾ, ഓർത്ത് വെച്ച് എ പാർലമെൻറ്റ് ഓഫ് ഓൾ ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത് എ പാക്ക് ഓഫ് ഡോഗ്സ്, എ പാക്ക് ഓഫ് ഡോഗ്സ്, എ പാക്ക് ഓഫ് ഊൾഫ്, എ പാക്ക് ഓഫ് ഡോഗ്സ്, എ പാക്ക് ഓഫ് ഊൾഫ്. അതുപോലെ തന്നെ എ പാക്ക് ഓഫ് കാർഡ്സ്, എ പാക്ക് ഓഫ് കാർഡ്സ് എന്നും പറയും. ഓർത്ത് വെച്ചിരിക്കുക. എ പാക്ക് ഓഫ് ഡോഗ്സ്, എ പാക്ക് ഓഫ് ഊൾഫ്, അതുപോലെ എ പാക്ക് ഓഫ് കാർഡ്സ്. പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. എ പാക്ക് ഓഫ് ഊൾഫ്, എ പാക്ക് ഓഫ് കാർഡ്സ്, എ പാക്ക് ഓഫ് ഡോഗ്സ്. ഓർത്ത് വെച്ചിരിക്കുക അല്ലേ, ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത എ ലിറ്റർ ഓഫ് പപ്പീസ്. ഇത് പരീക്ഷ ചോദിച്ച ക്വസ്റ്റ്യനാണ്. എ ലിറ്റർ ഓഫ് പപ്പീസ് അല്ലേ, ലിറ്റർ ഓഫ് പപ്പീസ് അല്ലേ. ഡോഗ്സിൻ്റെ യങ്ങോണിനെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? പപ്പി അല്ലേ. അപ്പോൾ ആ പപ്പീസിൻ്റെ കൂട്ടത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? ലിറ്റർ ഓഫ് പപ്പീസ്. അതുപോലെ കപ്സ് അല്ലേ, കപ്സിൻ്റെ കൂട്ടത്തെ അറിയപ്പെടുന്ന പേരാണ് CUBS, കപ്സിൻ്റെ കൂട്ടത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? ലിറ്റർ. എ ലിറ്റർ ഓഫ് കപ്സ്, എ ലിറ്റർ ഓഫ് പപ്പീസ് അല്ലേ, എ ലിറ്റർ ഓഫ് കപ്സ്, എ ലിറ്റർ ഓഫ് പപ്പീസ്. അപ്പോൾ ഒരു കൂടെ പറയാം എ പാക്ക് ഓഫ് ഡോഗ്സ്, എ പാക്ക് ഓഫ് വൂൾഫ്, എ പാക്ക് ഓഫ് കാർഡ്സ് അല്ലേ. അതുപോലെ തന്നെ എ ലിറ്റർ ഓഫ് പപ്പീസ്, എ ലിറ്റർ ഓഫ് കപ്സ്. അതുപോലെ തന്നെയാണ് പരീക്ഷ ചോദിച്ചിട്ടുള്ളത് എ സ്റ്റഡ് ഓഫ് ഹോഴ്സസ്, എ സ്റ്റഡ് ഓഫ് ഹോഴ്സസ്, എ സ്റ്റഡ് ഓഫ് ഹോഴ്സസ്, STUD സ്റ്റഡ്. പരീക്ഷ ചോദിച്ചിട്ട് എ സ്റ്റഡ് ഓഫ് ഹോഴ്സസ്. അതുപോലെ തന്നെയാണ് എ ടീം ഓഫ് ഹോഴ്സസ് എന്നും പറയും, എ ടീം ഓഫ് ഹോഴ്സസ് എന്നും പറയും, എ സ്റ്റഡ് ഓഫ് ഹോഴ്സസ് എന്നും പറയും. അത് മനസ്സിലാക്കി വെച്ച് എ ടീം ഓഫ് ഹോഴ്സസ് അല്ലെങ്കിൽ എ സ്റ്റഡ് ഓഫ് ഹോഴ്സ്, STUD സ്റ്റഡ്. അടുത്ത ഓർത്ത് വെച്ച് എ പ്രൈഡ് ഓഫ് ലയൺ, എ പ്രൈഡ് ഓഫ് ലയൺ. പരീക്ഷ ചോദിച്ചുള്ള ക്വസ്റ്റ്യനാണ്. എ പ്രൈഡ് ഓഫ് ലയൺ, എ പ്രൈഡ് ഓഫ് ലയൺ, PRIDE
പ്രൈഡ്, എ പ്രൈഡ് ഓഫ് ലയൺസ്, എ പ്രൈഡ് ഓഫ് ലയൺസ്. അപ്പോൾ ഒരു കൂടെ പറയാം, ഓർത്ത് വച്ചിരിക്കണം. എ ടീം ഓഫ് ഹോഴ്സസ് എന്ന് പറയും. അതുപോലെ എ സ്റ്റഡ് ഓഫ് ഹോഴ്സസ് എന്നും പറയും. അതുപോലെ തന്നെ എ പ്രൈഡ് ഓഫ് ലയൺസ്, എ പ്രൈഡ് ഓഫ് ലയൺസ്. അടുത്ത് എ ട്രൂപ്പ് ഓഫ് മങ്കീസ്, എ ട്രൂപ്പ് ഓഫ് മങ്കീസ് എന്നും പറയും. അതുപോലെ എ ട്രൂപ്പ് ഓഫ് കങ്കാരൂസ് എന്നും പറയും. കങ്കാരൂസിന് നമ്മൾ നേരത്തെയും പറഞ്ഞു, കങ്കാരൂസിൻ്റെ കൂട്ടത്തിന് മോബ് എന്നും അറിയപ്പെടുന്നുണ്ട് അല്ലെ. കങ്കാരൂസിൻ്റെ കൂട്ടത്തിന് എന്താ അറിയപ്പെടുന്നുണ്ട്? മോബ്, എ മോബ് ഓഫ് കങ്കാരൂസ്. അതുപോലെ എ ട്രൂപ്പ് ഓഫ് കങ്കാരൂസ്, എ ട്രൂപ്പ് ഓഫ് മങ്കീസ്, എ ട്രൂപ്പ് ഓഫ് മങ്കീസ്. ഇത് പരീക്ഷ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. എ ട്രൂപ്പ് ഓഫ് മങ്കീസ് അല്ലേ, ഇത് പ്രീവിയസ് ആണ്. എ ട്രൂപ്പ് ഓഫ് മങ്കീസ്, TROOP, ട്രൂപ്പ്. എ ട്രൂപ്പ് ഓഫ് കങ്കാരൂസ്, അതുപോലെ കങ്കാരൂസിൻ്റെ കൂട്ടത്തിനെ അറിയപ്പെടുന്ന പേരെന്താണ്? എ മോബ് ഓഫ് കങ്കാരൂസ്. ഓർത്ത് വച്ചിരിക്കുക. അടുത്ത എ ഗാങ് ഓഫ് ലേബേഴ്സ്, തീവ്സ്, അതുപോലെ പ്രിസണേഴ്സ്. ഓർത്ത് വച്ചിരിക്കുക. എ ഗാങ് ഓഫ് ലേബേഴ്സ്, എ ഗാങ് ഓഫ് തീവ്സ്, എ ഗാങ് ഓഫ് പ്രിസണേഴ്സ് അല്ലേ. അപ്പോൾ ലേബേഴ്സിൻ്റെയും തീവ്സിൻ്റെയും അതുപോലെ പ്രിസണേഴ്സിൻ്റെയും കൂട്ടത്തിൽ എന്താണ് അറിയപ്പെടുന്നത്? ഗാങ്, GANG, ഗാങ്. എ ഗാങ് ഓഫ് ലേബേഴ്സ്, എ ഗാങ് ഓഫ് തീവ്സ്, എ ഗാങ് ഓഫ് പ്രിസണേഴ്സ്. ഓർത്ത് വച്ചിരിക്കുക. അപ്പോൾ ഓർത്ത് വച്ചിരിക്കണം, എ ഗാങ് ഓഫ് ലേബേഴ്സ്, എ ഗാങ് ഓഫ് തീവ്സ്, എ ഗാങ് ഓഫ് പ്രിസണേഴ്സ്. ഓർത്ത് വച്ചിരിക്കണം ആ കാര്യം. ഇത് പരീക്ഷ ചോദിച്ചുള്ള ക്വസ്റ്റ്യനാണ്. എ ഗാങ് ഓഫ് തീവ്സ്, എ ഗാങ് ഓഫ് പ്രിസണേഴ്സ്, എ ഗാങ് ഓഫ് ലേബേഴ്സ്. ഓർത്ത് വച്ചിരിക്കുക. അടുത്ത എ വോളി ഓഫ് ആരോ, അതുപോലെ തന്നെ എ വോളി ഓഫ് ബുള്ളറ്റ്സ്. ഓർത്ത് വച്ചിരിക്കുക. എ വോളി ഓഫ് ആരോ, എ വോളി ഓഫ് ആരോ, എ വോളി ഓഫ് ആരോ എന്നും പറയും. അതുപോലെ തന്നെ എ വോളി ഓഫ് ബുള്ളറ്റ്സ് എന്നും പറയും. എ വോളി ഓഫ് ആരോ, അതുപോലെ വോളി ഓഫ് ആരോസ്, അതുപോലെ തന്നെ വോളി ഓഫ് ബുള്ളറ്റ്സ്. വോളി, VOLLEY, എ വോളി ഓഫ് ആരോ, എ വോളി ഓഫ് ബുള്ളറ്റ്സ്. ഓർത്ത് വച്ചിരിക്കുക. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള യങ് ഓൺസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. 2 പാർട്ടായിട്ടാണ് ചെയ്തത്. രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഈ ക്ലാസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നമ്മളിതുപോലത്തെ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നതാണ്.